രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചപ്പാത്തി എടുത്തേക്കുന്നത് തലേന്നത്തെ ചപ്പാത്തി. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. എനിക്ക് ഫ്രഷ് ചപ്പാത്തി എടുക്കുന്നതിനേക്കായി ഒന്നുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പഴയ ചപ്പാത്തി എടുക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഒരു 2 സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞത്, സവാള ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്നത് കാബേജ്, ക്യാരറ്റ്, ബീൻസ്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കാം. ഞാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇതെല്ലാം ഒരു 1-1.5 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുത്തേ. പച്ചക്കറികളെല്ലാം ഒന്ന് വാടി വന്നേ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇതിൽ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇത്തിരി മുന്നിട്ട് നിൽക്കുന്നത്. എല്ലാം ബാക്കി പൊടികളെല്ലാം ഇച്ചിരിച്ച് 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ വെച്ചൊക്കെ ഇട്ടാൽ മതി. ഇതെല്ലാം നന്നായി ഇളക്കിയിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കാം. തീ എന്നിട്ട് കുറച്ച് വെക്കണം. ആ മസാലകളെല്ലാം ഒന്ന് വേവട്ടെ. അപ്പോൾ മസാലകളെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആ പാത്രത്തിൻ്റെ അടിക്കൊന്ന് പിടിക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും വിതറിയിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും കണക്കില്ല. നമ്മൾ ചപ്പാത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ സോസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ചപ്പാത്തികൾ ഒരു 7-8 ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ 2 പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു, അതും ചെറിയ പീസാക്കി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി ഒന്ന് ആവി കയറി കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി. ഞാൻ ആദ്യം ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്ത് അത് ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്നു. അപ്പോഴത്തേക്കിന് ചപ്പാത്തി എല്ലാം ഒന്ന് സോഫ്റ്റ് ആണ്. ഞാൻ പിന്നെ 2 സ്പാച്ചിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ നൂഡിൽസൊക്കെ ഇട്ട് ഇളക്കുന്നത് പോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഞാൻ അടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചായ റെഡി ആയായിരുന്നു. പിന്നെ ഞാൻ ചായ എല്ലാവർക്കും കുടിക്കാനെടുത്തു. അപ്പോൾ ചായയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാനിത് ചെറിയ തീയിൽ അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. നമ്മുടെ മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബ്രെഡ് കൊണ്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാമേ. പിന്നെ ചപ്പാത്തിക്ക് ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം ഇതിലേക്ക് സവാള, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കറിവേപ്പിലെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ച് ഉരുളൻകിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അവിടെ തീയിൽ ഒന്ന് തിളച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം ഒന്ന് ചെറിയ തീയിൽ അവിടെ ഇട്ടിരുന്ന് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ തോരനും ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരനും റെഡിയായി. പിന്നെ വെളുത്തുള്ളി അച്ചാർ ഒരാൾക്ക് വേണമായിരുന്നു. വെളുത്തുള്ളി അച്ചാറൊന്നും ഞാൻ സ്റ്റോക്ക് വയ്ക്കത്തില്ല, കാരണം അതിൻ്റെ വില അതനുസരിച്ചല്ലേ. അപ്പോൾ അച്ചാറൊക്കെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിലിട്ടിട്ടുണ്ടേ.